അധികം വൈകാതെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളൊക്കെ മാറി. നമുക്കറിയാം, രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളിലും ധാരാളം ഘടകകക്ഷികളുണ്ട്. ഈ ഘടകകക്ഷികളുടെയൊക്കെ തന്നെ ഭാവി ഇപ്പോൾ വലിയ അപകടത്തിലാണോ എന്നൊരു സംശയം ഉണ്ട്. അത് വളരെ അർത്ഥവത്താണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു വീണയുടെ സഹായത്തിന് CPI ഉണ്ടാവില്ല. ഇത് ഇടതുപക്ഷ മുന്നണിയുടെ പ്രശ്നമല്ല, കുടുംബ പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പോലും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊരു വലിയ വിചാര വിപ്ലവത്തിന് തുടക്കം കുറിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് CPM ചെയ്യുന്നതെന്ന് വെച്ചാൽ പരമാവധി CPIയെ ഒതുക്കാൻ. ഇപ്പോൾ നോക്കിയോ, ആദ്യപടിയായിട്ട് ധനമന്ത്രി ഇവരുടെ വകുപ്പുകളിലേക്ക് ധനം കൊണ്ട് വേണമല്ലോ, അതാണല്ലോ ഇന്ധനം, ഉള്ള സഹായങ്ങളൊക്കെ അങ്ങ് കുറയ്ക്കും, പതുക്കെ വെട്ടിച്ചുരുക്കും. വകുപ്പുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം അവ അൺപോപ്പുലറായിട്ട് തീരും, ജനപ്രിയമല്ലാതായിട്ട് തീരും, അപ്രീതിക്ക് പാത്രമാകും. അതാണിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരാരെങ്കിലും മത്സരത്തിനുണ്ടെങ്കിൽ CPIക്കാരെ പൊതുവെ എങ്ങനെ പിന്നിൽ നിന്ന് പാര വയ്ക്കാമോ, തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക, അങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ടവർ, തോൽപ്പിക്കാമോ ആ രീതിയിൽ തോൽപ്പിക്കാനും ശ്രമിക്കും. അതാരും അറിയില്ല, ഒരു മാധ്യമവും അറിയില്ല. അവർ പാർട്ടിക്കകത്ത് തന്നെ ആ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാൻ കഴിവുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറുള്ള പാർട്ടി തന്നെയാണെന്നും CPM. അതിന് മാറ്റം വന്നിട്ടില്ല. ആ സംഘടനാ ശക്തി ഉണ്ടവർ. അത് പുറത്തറിയുകയില്ല. പുറത്തറിയുന്നത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. അങ്ങനെ ഒരു ക്ലാസിഫൈഡ് സീക്രട്ട് പോലെ വയ്ക്കാൻ കഴിവുള്ള ഒരു പാർട്ടി അത് ഉണ്ടാവും. അപ്പോൾ എൻ്റെ സംശയം, ഒരുപക്ഷേ ഈ വീണാ വിജയന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് ധനമന്ത്രി കൊടുക്കുകയാണ്. വക്കീലന്മാരെന്ന് പറഞ്ഞാൽ കപിൽ സിബലിനെ പോലുള്ള കൂടിക്കെട്ടിയ വക്കീലന്മാരെയാണ്. ഒന്ന് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് 40 ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ ചില ജഡ്ജിമാരെക്കാളിലും യശുവന്ത് വർമ്മയൊക്കെ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പണം ഇവരുടെ വീടുകളിൽ ചാക്കുകെട്ടുകളിലായിട്ട് കാണാൻ സാധ്യതയുണ്ട്, ഇവർ വാങ്ങിച്ച ഫീസ് വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ അതുപോലെ തന്നെയാണ് 200 കക്ഷികളാണ് ഇപ്പോൾ നോക്കൂ നമ്മുടെ വഖഫ് ബില്ലിനെതിരെ അപ്പീൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വെച്ച് ഇത്രയും വെച്ചായിരിക്കും കപിൽ സിബലിനെ പോലുള്ള പ്രശാന്ത് ഭൂഷണെ പോലുള്ള വക്കീൽമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അഭിഷേക് സിംഗ്വി ഇങ്ങനെയൊക്കെയുള്ള കോൺഗ്രസിൻ്റെ സ്ഥിര MP വരണമല്ലോ, അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വയ്ക്കും? ചാക്കുകെട്ടിനകത്തി കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വയ്ക്കുകയുള്ളൂ. സുധാകരൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നു. പുഴുങ്ങുമല്ല, ചാക്കുകെട്ടിനകത്ത് അവിടെ പിന്നെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. പുഴുങ്ങുമല്ല, ചുടുവല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. യശ്വന്ത് വർമ്മയുടെ വീട്ടിലിരിക്കുന്നത് നോട്ടുകെട്ടുകൾ ചുട്ടെടുക്കുകയായിരുന്നു, റോസ്റ്റും അല്ല, ഗ്രില്ല് ചെയ്തെടുക്കുകയായിരുന്നു നമുക്ക് പറയും. ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പറയപ്പെടുന്നു, കോടതിയുടെ കാര്യമാണ്, നമ്മളത് കൈവിട്ട് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും കോടതിയോടുള്ള സർവ്വ ബഹുമാനങ്ങളോടും കൂടി തന്നെ അങ്ങനെ ഒരു സംശയകരമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്, പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്കായിരിക്കും അഭിഭാഷകരുടെയും നിലവാരവും അവരുടെ പണത്തിൻ്റെ ഈ ഒഴുക്കും പോകുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇനി പണം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കേണ്ട കാര്യമില്ല. പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ CPI മന്ത്രിമാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? കേരളം ഒന്നാമതെ നശിച്ച് നാറാണക്കല്ലിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് വീണാ തൈക്കണ്ടിയുടെ കേസ് വാദിക്കാൻ ഇപ്പോൾ സമൻസ് അയക്കും. ഉടനെ തന്നെ സമൻസ് അയച്ചു കഴിയുമ്പോൾ കേസ് വിചാരണയ്ക്കെടുക്കും. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യാൻ ശക്തനായ വക്കീലിനെ വെക്കേണ്ടി വരും. അതിനുള്ള പണം ഗവൺമെൻറ്റിൽ നിന്ന് ഈടാക്കുകയാണെങ്കിൽ CPIക്ക് എതിർക്കേണ്ടി വരും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. ആ കോൺഫ്ലിക്റ്റ് നയിക്കുക ഒരു പക്ഷേ CPI മന്ത്രിമാരുടെ ബഹിർഗമനത്തിലേക്കായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ. പണ്ട് EMSൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് ഇംപീച്ച് ബാവയ്ക്കെതിരെ അഴിമതി ഉന്നയിക്കപ്പെട്ടു. CPIക്കാരത് ഉന്നയിച്ചു. പ്രതികാരമായിട്ട് EMS നമ്പൂതിരിപ്പാട് എന്താ ചെയ്തത്? EMS നമ്പൂതിരിപ്പാട് ചെയ്തത് അന്നത്തെ പ്രശസ്തനായ മന്ത്രി ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നു, അത് MN ഗോവിന്ദൻ നായർക്കെതിരെയും അതിലും പ്രശസ്തനും കഴിവുള്ളവനുമായ മന്ത്രി TV തോമസിനെതിരെയും ആരും അഴിമതി ഉന്നയിക്കാതെ തന്നെ അന്വേഷണത്തിൽ ഉത്തരവിടുക. ഭയങ്കര പ്രതികാരം. എന്ത് ചെയ്തു? പിന്നെ എന്താ സംഭവിച്ചത്? ഓർമ്മയുണ്ടല്ലോ, ആ 2 മന്ത്രിമാരും രാജിവെച്ചു, മന്ത്രിസഭ താഴെ വീണു. ഇതുപോലൊരു ഉച്ച സമയത്താണ് സംഭവം നടക്കുന്നത്. നല്ല ഓർമ്മയുണ്ട്. ആകാശവാണിയിലെ വാർത്തയിൽ കൂടെ ആണല്ലോ നമ്മളെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത
പേറുന്ന ശക്തിയുള്ള അതിനൊരു പൊട്ടൻഷ്യലുള്ള സംഭവമാണ് ഈ വീണ തൈക്കണ്ടി വിഷയം. അതിൻ്റെ സത്യം പുറത്തു വന്നിട്ടില്ല, പക്ഷേ കേസ് വാദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നില്ല പിണറായി വിജയൻ അറസ്റ്റിലാവുന്നു, വീണ തൈക്കണ്ടി, അതല്ല നമ്മുടെ വിഷയം. നല്ല പോലെ പണം കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ നീതി വിലയ്ക്ക് വാങ്ങണമെങ്കിൽ പണം നല്ലതുപോലെ മുടക്കേണ്ടി വരും. അപ്പോൾ ആ മുടക്കൽ അതിൻ്റെ സോഴ്സ് ഏതാണെന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഓക്കെ, ഗവൺമെൻറ് അല്ല പാർട്ടിയാണ് കൊടുത്തതെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിരിക്കുമോ സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു പരുവത്തിലാക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ CPI യോഗത്തിൽ വെച്ചിട്ട് CPI ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് മറ്റ് പാർട്ടികളുണ്ടല്ലോ, അവരൊന്നും ഇത്രയും ശക്തമല്ല. വർഗീസ് ജോർജിൻ്റെ പാർട്ടി, അതുപോലെ തന്നെ കേരള കോൺഗ്രസ്, അതൊരു പ്രധാന പാർട്ടിയാണ്, ജോസ് കെ മാണിയുടെ പാർട്ടി. അവരെന്താണ് തീരുമാനമെടുക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണ്. ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയൊന്ന് ഈ മുന്നണി വിട്ടുപോകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത. കാരണം വഖഫ് ബിൽ അദ്ദേഹത്തെ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി മധ്യ തിരുവിതാംകൂറിലെ കേരളത്തിലെ എല്ലാ സഭകളുടെയും ആഗ്രഹം മുനമ്പം പ്രശ്നത്തിൽ അവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാർക്ക് അധ്വാനവർഗം, അവർ അധ്വാനവർഗമാണ് ഇവിടെ, അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകണം എന്നു തന്നെയാണ്, ഒരു സംശയമില്ല. ആ തീരുമാനത്തിന് എത്ര വർഗീയവാദിയായിട്ട് മറ്റുള്ള പാർട്ടികൾ ചിത്രീകരിച്ചാലും ആ തീരുമാനത്തിന് ഉതകുന്ന തൻ്റെ ഇടമായിട്ടുള്ള അസാധാരണമായ തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ളത് BJP ആണ്. ആ ഉപകാരസ്മരണ ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊരു വ്യത്യാസം വന്നത് കണ്ടല്ലോ, കോടതിയുടെ തീരുമാനത്തിൽ തന്നെ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ചിടത്തുനിന്ന് ഇപ്പം കാര്യങ്ങൾ മാറി മറിയുന്നത് കൊണ്ടോ അവർ ഇക്കോ സിസ്റ്റത്തിലേക്ക് രാജ്യം പോവുകയാണ്. അത് തുടർന്നോട്ടെ. അദ്ദേഹം ഇപ്പോൾ ഒന്ന് വീണ്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എടുക്കുന്ന വെളിപാടുകൾ ഉടനെ ഉത്തരവായിട്ട് വന്ന് ഇവർക്ക് പട്ടയം കൊടുത്ത് ഇവരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി കരമടയ്ക്കാമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കുറച്ച് ക്ഷമിക്കണം. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ അന്യാധീനപ്പെട്ട് കടന്നതാണ്. അത് തിരിച്ചു വരാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സാധിക്കുമെന്നുള്ള വിഡ്ഢിത്തം എനിക്കില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് പതുക്കെ അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ കാഴ്ചപ്പാട് മാറുക. ഇപ്പോൾ തന്നെ ശക്തമായിട്ട് ആദ്യമായിട്ട് ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നു, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാൻ അവർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വഖഫ് ബോർഡ് ഈ കാര്യത്തിൽ തീരുമാനം അന്തിമമായിരിക്കുകയില്ല എന്ന് കേരള ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു. അന്തിമ തീരുമാനമായിരിക്കില്ല. അന്തിമ തീരുമാനം അപ്പോൾ ആരാ സ്വീകരിക്കുക? കോടതിക്ക് ഇങ്ങനെ പറയാമെങ്കിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുന്ന കോടതി തന്നെയായിരിക്കും. അത് വരണം. ഇപ്പോൾ ഉടനെ അങ്ങ് ഇതായി വഖഫ് അല്ലാതായി അങ്ങനെ വരില്ല. കാരണം രാജാവ് കൊടുത്ത വസ്തുവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു വസ്തുവിന് എത്ര അതിൻ്റെ മുൻകാല പ്രാബല്യത്തോടു കൂടി നമ്മൾ നോക്കുന്ന എത്ര വർഷത്തെയാണ്? സാധാരണഗതി ഒരു 10-12 വർഷത്തെ മുന്നാധാരം മതിയാവും. പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായതുകൊണ്ട് ഇത് രാജാവിൻ്റെ കാലം മുതലുള്ള കൈമാറ്റ രേഖകൾ മുഴുവൻ വേണ്ടി വരും. പരിശോധിക്കാൻ സമയം വേണം. ഇതിൻ്റെ അകത്ത് കോടതി വിധികൾ വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള, കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ഈ കാര്യത്തിൽ വരാൻ പോവുകയാണ്. കാരണം തീരുമാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല വഖഫ് ബിൽ. തീരുമാനമാകാത്ത കാര്യങ്ങളിൽ വഖഫ് ബിൽ ബാധകമാണ്. ഇപ്പോൾ അടുത്ത ബുധനാഴ്ചയാണ് വിചാരണയ്ക്ക് വഖഫ് ബിൽ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇതുണ്ടല്ലോ, ഹർജികൾ പരിശോധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് വർഷങ്ങളെടുക്കും വിചാരണ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബലത്തിൽ സബ്ജക്റ്റ് ടു ഫൈനൽ കോർട്ട് ജൂറിസ്ഡിക്ഷൻ ഇവിടുത്തെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരാനുള്ള കാലാവസ്ഥ തെളിഞ്ഞിട്ടുണ്ട്, നിസ്സംശയം പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.